നമസ്കാരം. 86-കാരനായ ആര്യ സൽമാനോവിച്ചിനെ വ്യാഴാഴ്ച ഇസ്രായേൽ ബന്ദിയാക്കിയിരുന്ന ഫർഹാൻ അൽ ഖാദിക്ക് സമീപം കൊല്ലപ്പെട്ടതായി തന്നെ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച ജീവനോടെ രക്ഷപ്പെടുത്തിയ ബന്ദിയാണ് ഈ കാര്യം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആദ്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. കാരണം അദ്ദേഹം അവിടെ നിന്ന് വന്നൊരു ട്രോമയിലായിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഫർഹാൻ അൽ ഖാദി അദ്ദേഹത്തിന്റെ അടുത്ത് കൊല്ലപ്പെട്ടയാളെ തീർച്ചയായും തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇതിനുള്ള അന്വേഷണവും നടത്തിയത്. ഇതിന്റെ സ്ഥിരീകരണ വാർത്തയാണ് ഇപ്പോൾ പറയുന്നത്. ഇരുവരും ഒരുമിച്ച് ഗാസയിൽ തടവിലാക്കപ്പെട്ടിരുന്നു. ഹമാസിന്റെ ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിനിടെ കിബറ്റ്സ് ഓസിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സൽമാനോവിച്ച് തടവിലാക്കപ്പെട്ട ഏകദേശം 5 ആഴ്ചകൾക്കുള്ളിൽ തന്നെ മരിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന മറ്റൊരു ബന്ദിയായിരുന്ന അൽ ഖാദി ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ് പറഞ്ഞത്. 2 കുട്ടികളുടെ പിതാവും 5 കുട്ടികളുടെ മുത്തച്ഛനുമായ സൽമാനോവിച്ചിന് ഒരു വലിയ കുടുംബം തന്നെ സ്വന്തമായുണ്ട്. അടിമത്തത്തിൽ മരിച്ചതായി നേരത്തെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. കിബറ്റ്സ് നിർ ഓസ് 2023 ഡിസംബർ 1 തന്റെ മരണം പ്രഖ്യാപിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹമാസ് സംഘം മുൻപ് നവംബർ പകുതിയോടെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ സൽമാനോവിച്ചിനെ കാണിക്കുന്നുണ്ടായിരുന്നു. അസുഖമായാണ് അതിൽ തോന്നുന്നത്. ചൊവ്വാഴ്ച രക്ഷപ്പെട്ടതിനെ തുടർന്ന് അന്തരിച്ച ബന്ദിയുടെ മകൻ ബോവാസ് സൽമാനോവിച്ചുമായി ബന്ധപ്പെടാൻ അൽ ഖാദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോവാസ് വ്യാഴാഴ്ച ഖാൻ റേഡിയോയോട് കൂടി പറഞ്ഞിരുന്നു. കുടുംബവുമായി സംസാരിക്കുന്നത് അൽ ഖാദിക്ക് വളരെ പ്രധാനമായിരുന്നു. അൽ ഖാദിയെ ബുധനാഴ്ച റാഹത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ പോലും അവർ ചെറുതായി ഒന്ന് സംസാരിച്ചു. ഭാവിയിൽ കൂടുതൽ സംഘടിത സംഭാഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. തന്നെ സൽമാനോവിച്ചിനേക്കാൾ തെക്കൻ ഗാസയിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ യുദ്ധത്തിന്റെ ആദ്യ ഏതാനും ആഴ്ചകൾ അവരെ പാർപ്പിച്ചതായി അൽ ഖാദി ബോസിനോട് പറഞ്ഞു. അടിമത്തത്തിൽ സൽമാനോവിച്ച് തന്റെ കുടുംബത്തെയും സമൂഹത്തെയും കുറിച്ച് അൽ ഖാദിയോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. അച്ഛൻ മുഴുവൻ സമയവും ആശുപത്രിയിലായിരുന്നു. അവൻ അനങ്ങിയിട്ടില്ല. ചില ഘട്ടങ്ങളിൽ ഫർഹാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർക്കൊരു പ്രത്യേക ബന്ധമുണ്ടെന്നും ഫർഹാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഫർഹാൻ എന്നയാൾക്ക് പരിക്കേറ്റിരുന്നു. പക്ഷെ അവർ ഇപ്പോഴും അച്ഛനെ പരിപാലിക്കാൻ സഹായിച്ചിരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് സൽമാനോവിച്ചിന്റെ മകൻ പറഞ്ഞത്. വൈദ്യശാസ്ത്രപരമായ രീതിയിലല്ല, അദ്ദേഹത്തിന് പിന്തുണ നൽകുക, മനസ്സിന് ശക്തി നൽകുക, കൂടെ ഉണ്ടെന്നൊരു കാര്യം ഉറപ്പുവരുത്തുക. ഈ കാര്യത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് പറയാം. അടിമത്തത്തിൽ സൽമാനോവിച്ചിന് അൽ ഖാദിയുടെ പിന്തുണയെക്കുറിച്ച് പഠിക്കുന്നത് ഞങ്ങൾ വളരെ പ്രാധാന്യമുള്ളവരാണെന്നും പറയുന്നു. ബന്ദികൾ കാലക്രമേണ കൊല ചെയ്യപ്പെടുന്നുണ്ട്. അവരെ പിടികൂടിയവരുടെ വെടിയേറ്റ് മാത്രമല്ല, അവർ ഭക്ഷണം കഴിക്കാതെയും മതിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കാതെയും ഒക്കെ തന്നെയും അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് മരുന്ന് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേൽക്കാർ തന്നെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൂടി വ്യക്തമാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അച്ഛൻ സ്വതന്ത്രനാണെങ്കിലും വൃദ്ധനും രോഗിയുമായിരുന്നു. എന്നാൽ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചാണ് അദ്ദേഹം ആ വിധത്തിൽ കൊലപ്പെട്ടത്. ഇതാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത്. അച്ഛൻ മരിച്ചുവെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ചത് അതാണ്. ഫർഹാനിൽ നിന്ന് എനിക്ക് ലഭിച്ച ചെറിയ വിവരങ്ങൾ തന്നെ അതിന് അടിവരയിട്ട് പറയുകയാണ്. ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ 86 വയസ്സുള്ള ഒരു പുരുഷനോ 20 വയസ്സുള്ള പുരുഷനോ എന്ന് പോലും നോക്കാതെ, ഒരു കുഞ്ഞെന്ന് പോലും നോക്കാതെ അവർ അങ്ങനെയാണോ ഉപദ്രവിച്ചത്? ആ മനുഷ്യനെ ഇത്രയും ദ്രോഹിച്ചില്ലേ? ഇത്രയും പ്രായമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും കൊലപ്പെടുത്തിയില്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സ് വരുന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ തിരിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ട സ്ത്രീകൾ നിങ്ങളും കൊന്നില്ലേ? അവരുടെ ചോരയ്ക്കും അവരുടെ കുടുംബത്തിനും ആര് മറുപടി പറയും? കളിച്ചു വളർന്ന് ഒന്നും അറിയാത്ത, എന്താണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാത്ത ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? പാവപ്പെട്ട ഫലസ്തീൻ ആളുകൾ. അവർ മരിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ബന്ദികളാക്കിയ മനുഷ്യരൊക്കെ തന്നെ മരിക്കുമ്പോൾ വയസ്സായി മരിക്കുന്നതൊക്കെ തന്നെ പതിവാണ്. 86 വയസ്സുള്ള ഒരു മനുഷ്യൻ മരിച്ചതാണോ അതോ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നതാണോ വലുതെന്നും മനുഷ്യത്വമില്ലാത്തതെന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നാണ് ഇവിടുന്ന് ഇറാനിൽ നിന്ന് പറയുന്നത്. ഇത്രയും അധികം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പരിചരണമില്ല. ചില ബന്ദികൾ മുറിവുകൾ കെട്ടുകയോ ശസ്ത്രക്രിയ നടത്തുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. തടവിലാക്കപ്പെട്ട അവരുടെ കൊലപാതകത്തെ തടയുന്നില്ല. തുരങ്കങ്ങളിലോ അവർ എവിടെയാണെന്നിരുന്നാലും മറ്റു ബന്ദികൾ പരസ്പരം പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നുമാണ്. അത് അവരെ അതിജീവിക്കാൻ സഹായിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്. ഒരുപാട് സമയം അതിക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാലും തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയവർക്കെതിരെ താൻ വീണ്ടും പ്രയത്നിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്.
ഇനി ഇസ്രായേലിനോടൊപ്പം താൻ കൂടുതലും നിൽക്കുമെന്നും ഇറാനെ തകർക്കാനും ഇറാന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൊലപാതകം അത്രയേറെ ആ കുടുംബത്തിനെ തന്നെ ആഘാതമുണ്ടാക്കിയെന്നും പറയുന്നു.